സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും സേവനം അവസാനിപ്പിക്കാൻ 1000-ലധികം ഹോട്ടലുകൾ ഓഗസ്റ്റ് 15-ന് ശേഷം ഈ ആപ്പുകളുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ തീയതിക്ക് മുൻപായി കമ്പനികൾ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ വാദം. പ്രമുഖ ഫുഡ് ഡെലിവറി ആപ്പുകളായ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബംഗളൂരുവിലെ 1000-ലധികം ഹോട്ടലുകൾ. ഓഗസ്റ്റ് 15-ന് ശേഷം ഈ ആപ്പുകളുമായി സഹകരിക്കില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഡെലിവറി ആപ്പുകളുടെ അമിത കമ്മീഷനും അനാവശ്യ ഡിസ്കൗണ്ടുകളും മൂലം സഹികെട്ടാണ് ഹോട്ടലുടമകൾ ആപ്പുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നകം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നാണ് റെസ്റ്റോറന്റ് അസോസിയേഷനുകളുടെ മുന്നറിയിപ്പ്. കെട്ടിട വാടക, ജീവനക്കാരുടെ ശമ്പളം, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം എന്നിവ മൂലം ഹോട്ടൽ വ്യവസായം നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിനിടെ ഡെലിവറി ആപ്പുകൾ ഈടാക്കുന്ന തുക തങ്ങളെ വൻ നഷ്ടത്തിലേക്ക് തള്ളിയിടുകയാണെന്നാണ് അസോസിയേഷനുകളുടെ വാദം. റെസ്റ്റോറന്റുകളുടെ അനുവാദമില്ലാതെ പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന അനാവശ്യ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും ഭാരം ഹോട്ടൽ ഉടമകളുടെ തലയിൽ കെട്ടിവെക്കുന്നുവെന്നും പരാതിയുണ്ട്. വ്യക്തമായ സമ്മതമില്ലാതെ പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കായും പരസ്യങ്ങൾക്കായും ഹോട്ടലുകളുടെ വരുമാനത്തിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നും ഹോട്ടൽ ഉടമകൾ ആരോപിക്കുന്നു. ഇതുകൂടാതെ ഉപഭോക്താവ് എന്തെങ്കിലും പരാതി ഉന്നയിച്ചാൽ ഉടൻ തന്നെ ഹോട്ടൽ ഉടമയുടെ വരുമാനത്തിൽ നിന്നാണ് കമ്പനികൾ പണം താനെ വെട്ടിക്കുറയ്ക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കിയ ശേഷം ഓർഡർ ക്യാൻസൽ ചെയ്താൽ ഉണ്ടാകുന്ന പൂർണ്ണ നഷ്ടം ഹോട്ടലുകൾ തന്നെ സഹിക്കേണ്ടി വരുന്നുവെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. അതിനാൽ തന്നെ ഓഗസ്റ്റ് 15-ന് മുൻപായി സ്വിഗ്ഗിയും സൊമാറ്റോയും ചില കാര്യങ്ങളിൽ വ്യക്തമായ എഴുതി തയ്യാറാക്കിയ മറുപടി നൽകണമെന്നാണ് അസോസിയേഷനുകളുടെ ആവശ്യം. ഉപഭോക്താക്കളുടെ പരാതികളിൽ ഹോട്ടലുകളുടെ ഭാഗം കേൾക്കാതെ പെട്ടെന്ന് പണം വെട്ടിക്കുറയ്ക്കരുതെന്നും ഭക്ഷണം തയ്യാറാക്കിയ ശേഷം ഓർഡർ ക്യാൻസൽ ചെയ്താൽ ഉണ്ടാകുന്ന നഷ്ടം ഹോട്ടലുകൾക്ക് നികത്തി നൽകണമെന്നും കച്ചവടക്കാർ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഹോട്ടലുകളുടെ സമ്മതമില്ലാതെ പ്രൊമോഷനുകളും പരസ്യ നിരക്കുകളും ഈടാക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും ഓരോ മാസത്തെയും തുക വെട്ടിക്കുറയ്ക്കലിന്റെ വ്യക്തമായ പ്രതിമാസ റിപ്പോർട്ട് നൽകണമെന്നും ഹോട്ടലുകാർ പറയുന്നു. അക്കൗണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഓരോ ഹോട്ടലിനും പ്രത്യേക റിലേഷൻഷിപ്പ് മാനേജറെ അനുവദിക്കണം. കമ്പനികളും ഹോട്ടൽ ഉടമകളും തമ്മിലുള്ള ഈ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ജനങ്ങളെ ഈ പ്രശ്നം സാരമായി തന്നെ ബാധിക്കും. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.